അപ്പൊ നമ്മൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് സോഷ്യലിന്റെ ജോഗ്രഫിയില് സീസൺ ആൻഡ് ടൈം എന്നുള്ള ചാപ്റ്റർ ആട്ടോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പാടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ എന്താണ് ഫുൾ ഇങ്ങനെ ഡേറ്റും കാര്യങ്ങളും, അതായത് സണ്ണിന്റെ ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ജോഗ്രഫി എന്ന് പറയുന്നത് ഹിസ്റ്ററി പോലെയല്ല, നമ്മള് ഇതിന് ഫാക്റ്റ് ആണെല്ലാം, അതായത് സണ്ണിന്റെ ചേഞ്ചും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നതാണല്ലേ. അപ്പൊ അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അത് എന്താ ബൈഹാർട്ട് പോലെ പഠിക്കുക ഉള്ളതാണ് നമുക്ക് ജിയോഗ്രഫിയിൽ. ഞാൻ ബൈഹാർട്ടിനെ പ്രേരിപ്പിക്കുന്ന ഒരാളല്ല, പക്ഷെ ജോഗ്രഫി നമുക്ക് അങ്ങനെയാണ് പറ്റുള്ളൂ. കാരണം എല്ലാം ഫാക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും സാരില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ജോഗ്രഫി ഹിസ്റ്ററി ഒന്നും പോലെ ഇംഗ്ലീഷ് ഒന്നും പോലെ നിങ്ങൾ വിട്ടുകളയരുത്. ഞാൻ അന്നന്ന് എടുക്കുന്ന പോർഷൻസ് ആ ദിവസം തന്നെ നിങ്ങൾ പഠിക്കാട്ടോ. കാരണം അത്ര ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കാണുന്ന പോലെയല്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് ദിവസം തന്നെ പഠിച്ചു പോവാട്ടോ. കേട്ടോ പറഞ്ഞേ ടീച്ചർ? ആ എന്താടാ? എനിക്കോ ഹിസ്റ്ററിന്റെ മറ്റേ ഹിസ്റ്ററിന്റെ എനിക്കോ? എന്താടാ കേട്ടില്ല? ഹിസ്റ്ററിയുടെ എന്ത് കാണിക്കുമെന്ന്? ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓ, ക്വസ്റ്റ്യൻ ആൻസർ അത് ഇതിലില്ലേ, നമ്മളുടെ എവിടെയാണ് ആപ്പിലില്ലേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്? ലേബറിന്റെ ഇല്ലേ? ഓ, ലേബറിന്റെ ഇല്ലേ? ലേബറിന്റെ ഇല്ല. അപ്പൊ അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടില്ല അല്ലേ? ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അന്ന് ഞാൻ ഡിസ്കസ് ചെയ്തില്ലേ അപ്പൊ ക്ലാസ്സില്? ഞാൻ ഡിസ്കസ് ചെയ്തില്ലേ ആ ചാപ്റ്റർ കഴിഞ്ഞപ്പോ? അക്മൽ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു ക്ലാസ്സില്. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ സോജ ഫിലിപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ എവിടെ വരികയാണ് എടുത്ത് നിർത്തിയിരിക്കുന്നത് അക്മൽ? What are the changes observed in nature during summer season ആണോ ഞാൻ എടുത്ത് നിർത്തിയിരിക്കുന്നത്? അവിടെ വരെയല്ലേ ഞാൻ എടുത്ത് നിർത്തിയിരിക്കുന്നത് അല്ലേ? അതെ, അറിയില്ലാന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോഗ്രഫി അങ്ങനെ പറയരുത്, കാരണം കറക്റ്റ് ആയിട്ട് അന്നന്ന് എടുക്കുന്നത് അപ്പൊ പഠിച്ചോക്കോളണമെന്ന്. ഹിസ്റ്ററിയും ഇംഗ്ലീഷും ഒന്നും പോലെയല്ല, നിങ്ങൾക്കത് പാടായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഈ ചാപ്റ്റർ ഞാൻ എല്ലാം എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ബ്ലാങ്ക് ആയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോരോ ഡേറ്റ് നിങ്ങളന്ന് മറന്നുപോയോ? ഞാൻ എടുത്തത് ഓരോരോ ഡേറ്റ്, സെപ്റ്റംബർ, ജൂൺ, ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഫുള്ള് ഡേറ്റും കാര്യങ്ങളും അതിൽ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും ആ ഒരു ഇത്. ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ ആദ്യം ഒരു എടുത്ത് കഴിയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക്, കാരണം അത്ര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അന്നന്ന് തന്നെ, എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങളത് പഠിച്ചു പോകും. ഒരു ബുക്കിൽ ജസ്റ്റ് അതിന്റെ നോട്ട് എന്താണെന്ന് മാത്രം ഒന്ന് എഴുതി വെക്കുക. ഇതൊക്കെ ചെയ്യുമോ? ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ക്ലാസ് കേൾക്കാന്നേ ഉള്ളൂ കേട്ടോ. ഒന്നും മനസ്സിലാവില്ല, നിങ്ങൾക്ക് പഠിക്കാനും പറ്റില്ല കേട്ടോ. എന്താടാ എന്താടാ കേട്ടില്ല? നീ ഇതിന്റെ അവിടെ റേഞ്ച് ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല പാടാണ് കേട്ടോ. നിങ്ങൾ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചു പോവാ. ബാക്കി എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ നിങ്ങൾ ഇതില് മെയിൻ ആയിട്ട് ഇവിടെ ഒരു ഞാനിപ്പോ കാണിച്ചിരുന്ന ആ ഒരു ഡയഗ്രം കണ്ടോ? സൗത്ത് പോളിന്റെയും നോർത്ത് പോളിന്റെയും ഡയഗ്രം കണ്ടോ? കണ്ടോ? സ്ക്രീനിൽ കാണുന്നില്ലേ? ടെക്സ്റ്റ് കാണുന്നില്ലേ? ടീച്ചറിന്റെ അക്കൗണ്ട് ഇല്ല ഇതില്. ടീച്ചറിന്റെ ഇതാണ് ടെക്സ്റ്റ് കാണുന്നില്ലേ? ഇല്ല.
നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ഉണ്ടോ കയ്യില്? എല്ലാവരുടെയും കയ്യിലുണ്ടോ? അക്മലിന്റെ കയ്യിലുണ്ടോ? അക്മലിന്റെ കയ്യിലുണ്ടോ? ഓക്കെ, എങ്കില് പേജ് നമ്പർ 10 എടുത്തേ. പേജ് നമ്പർ 10 ഒരു കണ്ടോ, ഒരു എന്താ ചെറിയൊരു പിക്ചർ കണ്ടോ, നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെയും? കണ്ട്. അത് കറക്റ്റ് ആയിട്ടൊന്ന് ആലോചിച്ച് വെക്കുക. ഇതാണ് നമ്മളുടെ സണ്ണും ഭൂമിയും തമ്മിലുള്ള കണക്ഷൻ ആണ്, ബന്ധമാണ് ഒരൊറ്റ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂമിയാണത്, നമ്മുടെ എർത്ത് ആണത്. അതിന്റെ നടുക്കിൽ കൂടെ പോകുന്നതാണ് ഇക്വേറ്റർ. അതായത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ഭൂമിനെ കുറെ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗമാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതിന്റെ തൊട്ട് മുകളിലുള്ളത് ആർട്ടിക് സർക്കിൾ. ഏറ്റവും നോർത്ത് പോൾ. നോർത്ത് പോൾ എന്ന് വെച്ചാൽ ഏറ്റവും നോർത്തും സൗത്തും. അതായത് ഒരു ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം നോർത്ത് പോളും ഏറ്റവും താഴെയുള്ള ഭാഗം സൗത്ത് പോളും നടുക്കുള്ള ഭാഗം ഇക്വേറ്ററും. ഇക്വേറ്ററിന്റെ തൊട്ട് മുകളിലുള്ളത് ട്രോപ്പിക് ഓഫ് ക്യാൻസറും അതിന്റെ തൊട്ട് മുകളിലുള്ളത് ആർട്ടിക് സർക്കിള്. അതുപോലെ തന്നെ ഇക്വേറ്ററിന്റെ താഴെയുള്ളത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതിന്റെ താഴെയുള്ളത് അന്റാർട്ടിക് സർക്കിൾ. ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കുക, പഠിച്ചു വെക്കുക. അത് കാണാപ്പാടം പഠിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. കാരണം നമ്മുടെ ഭൂമിയാണ്, ഇങ്ങനെ ഫാക്റ്റ് ആണിത്. അപ്പൊ നമുക്കിത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഭൂമി എങ്ങനെയാണെന്ന് ഓർക്കുക. നടുക്കുള്ള ഭാഗം ഇക്വേറ്റർ, തൊട്ടുമുകളിലുള്ള ഭാഗം ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്ററിന്റെ തൊട്ട് താഴെയുള്ളത് ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതിന്റെ താഴെയുള്ളത് അന്റാർട്ടിക്, അതിന്റെ ഏറ്റവും മേലുള്ളത് നോർത്ത് പോളും ഏറ്റവും താഴെയുള്ളത് സൗത്ത് പോളും. ഈ ഒരു പിക്ചർ ഇപ്പൊ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. കിട്ടിയോ? അതിന്റെ എവിടെയാണ് സൺറൈസ് എവിടുന്നാ വരുന്നതെന്ന് നോക്കിയേ. ഈ വെർട്ടിക്കൽ ആയിട്ടാണ് എപ്പോഴും സൺറൈസ് വരുന്നത്. നേരെ ഇക്വേറ്ററിലേക്ക്, ഇക്വേറ്ററിന്റെ ഭാഗത്തേക്കാണ് നേരെ ഈ സൺറൈസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള വരവ്. സൺറൈസ് വരുന്ന കണ്ടോ സൺറൈസിന് ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? ഈ ഭാഗത്ത് നോക്കിയേ, നിങ്ങളുടെ ലെഫ്റ്റിലായിട്ട് നോക്കിയേ. അങ്ങനെയാണ് സൺറൈസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫുൾ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇങ്ങനെയാണ് നമ്മൾ ഈ ജോഗ്രഫി ഫുള്ള് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോ എവിടെയാണ് നമ്മൾ അപ്പൊ ഇങ്ങോട്ട് വരികയാണ്. പേജ് നമ്പർ 11 എടുത്തോട്ടോ. പേജ് നമ്പർ 11 എടുത്തോ? പേജ് നമ്പർ 11. Okay, what are the changes observed in nature during the summer season? സമ്മർ സീസണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജസ്റ്റ് ഞാൻ ഒരുപാട് ജോഗ്രഫി ഇങ്ങനെ ഒരുപാട് ഞാൻ ഓരോ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നില്ല, കുറച്ചാണ് എടുക്കുന്നുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവാം, എഴുതി പോവും. കാരണം അത് എഴുതിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഹിസ്റ്ററി ഒന്നും പോലെ അല്ല, ഇത് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വെക്കുക, എന്നിട്ട് കറക്റ്റ് നോട്ട് ചെയ്ത് പോകും. കേട്ടോ പറഞ്ഞേ? What are the changes observed in nature during the summer season? അപ്പൊ സമ്മർ സീസണിൽ എന്ത് മാറ്റമാണ് ഈ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. നേച്ചറിൽ എന്ത് മാറ്റമാണ് സമ്മർ സീസണിൽ ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ക്ലൈമറ്റും ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നാ പറഞ്ഞേ? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്? സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ ചേഞ്ചസും, ക്ലൈമറ്റിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. അതായത് സൂര്യൻ നേരെ നമ്മളുടെ ഭൂമിയിലേക്ക് അടിക്കുമ്പോൾ ആ ഭാഗം എന്താണ്, ഭയങ്കര ചൂടുള്ള കാലഘട്ടം വരുന്നു, അതായത് സമ്മർ സീസൺ വരുന്നു. അതുപോലെ തന്നെ കുറച്ച് അതിന്റെ രശ്മികള് എന്താണ്, കുറച്ച് വേർട്ടിക്കലായിട്ട് കുറച്ച് സൈഡിൽ കൂടെയാണ് വരുന്നതെങ്കിൽ അവിടെ കുറച്ച് വിന്റർ ക്ലൈമറ്റ് വരുന്നു. ഇനി മൊത്തത്തിൽ മാറിയാണ് വരുന്നതെങ്കിൽ മൊത്തത്തിൽ എന്താണ്, അതിന്റെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയാം. അപ്പൊ ആ ഡിഗ്രി ചേഞ്ച് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ മൺസൂൺ സീസൺ, മഴക്കാലം വരുന്നു. അങ്ങനെ എങ്ങനെയാണ് സൂര്യരശ്മികൾ ഏത് ആംഗിളിലാണ് വരുന്നത് എന്നതിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. ഇത്ര മനസ്സിലായോ? ഓക്കെ, ഇനി നേച്ചർ, അതായത് നമ്മൾക്ക് സമ്മർ സീസൺ വരുന്നത് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദി സൺ കണ്ടിന്യൂസ് ഇറ്റ്സ് സൗത്ത്വേർഡ് അപ്പാരന്റ് ഷിഫ്റ്റ്
from the equator from 23rd September and reaches vertically above the Tropic of Capricorn on 22nd December. This day is known as winter solstice in the northern hemisphere. On this day, the northern hemisphere experiences its shortest day and longest night. അതായത് എങ്ങനെയാണ് സമ്മർ സീസൺ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സണ്ണ് നമ്മളുടെ 23rd സെപ്റ്റംബർ ആവുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഇക്വേറ്റർ ഏത് ഭാഗമാണ്? ഇക്വേറ്റർ ഏത് ഭാഗമാണ്? ഇക്വേറ്റർ എവിടെയാണ്? ഭൂമിയുടെ എവിടെയാണ് ഇക്വേറ്റർ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ആ ഒരു പിക്ചർ കറക്റ്റ് ആയിട്ട് മനസ്സിൽ ഓർക്കാൻ പറഞ്ഞില്ലേ? എവിടെയാണ് ഇക്വേറ്റർ? സെന്ററിലാണ് ഇക്വേറ്റർ ഇരിക്കുന്നത്, നടുവില്. അപ്പോൾ ഈ സെന്ററിൽ ഇരിക്കുമ്പോൾ 23rd ഡിസംബർ ആകുമ്പോൾ ഈ സൺറൈസ് ഇക്വേറ്ററിലേക്ക് നേരെ അടിച്ചുകൊണ്ടിരുന്ന സൺറൈസ് നേരെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എങ്ങോട്ട്? ആൻഡ് റീച്ചസ് വെർട്ടിക്കലി എബവ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ എബവ് ആയിട്ട്, അതായത് മേളിലേക്ക്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എവിടെയാണ്? ഇക്വേറ്ററിന്റെ താഴെ. അപ്പൊ ഇത് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളുടെ എന്തടിക്കും? ഈ സൺറൈസ് അടിക്കാൻ തുടങ്ങും വെർട്ടിക്കലായിട്ട്. 23.5 ഡിഗ്രിയിൽ നേരെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ സൺറൈസ് അടിക്കാൻ തുടങ്ങും. സൺറൈസ് വെർട്ടിക്കലായിട്ട് അടിക്കാൻ തുടങ്ങും. അപ്പൊ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ തൊട്ട് മേളിലുള്ള ഭാഗം. ഓക്കെ, തൊട്ട് മേളിലായിട്ട്, എബവ് ആയിട്ട്. അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇക്വേറ്ററിന്റെ താഴെയാണ്. നിങ്ങൾ അതിങ്ങനെ മനസ്സിൽ കൊണ്ടുപോകാട്ടോ, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. സൺറൈസ് നേരത്തെ ഇക്വേറ്ററിലാണ് അടിച്ചുകൊണ്ടിരുന്നത്. അത് നിന്ന് എന്ത് ചെയ്യും? താഴത്തേക്ക്, അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ തൊട്ട് മേളിലായിട്ടുള്ള ഭാഗത്തേക്ക്, അതായത് ഇക്വേറ്ററിന്റെ താഴെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ തൊട്ട് മേളിലായിട്ടുള്ള ഭാഗത്തേക്കും എന്ത് ചെയ്യും? സൺറൈസ് അടിക്കാൻ തുടങ്ങും. ഏത് സമയം വരുമ്പോഴേക്കും? 22nd ഡിസംബർ ആകുമ്പോഴേക്കും അങ്ങനെയുള്ള എന്താണ് സൺറൈസ് നേരെ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങും. ദിസ് ഡേ ഈസ് നോൺ ആസ് വിന്റർ സോൾസ്റ്റിസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പൊ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് സംഭവിക്കും? വിന്റർ ക്ലൈമറ്റ് വരും. എന്തുകൊണ്ടാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് വിന്റർ ക്ലൈമറ്റ് വരുന്നത്? വീണ്ടും ആ പിക്ചറിലേക്ക് പോവാ. വീണ്ടും ആ പിക്ചർ എടുത്തോ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എവിടെയാ നോക്കുക? ഇക്വേറ്ററിന്റെ താഴെയാണ്. അപ്പൊ ആ ഇക്വേറ്ററിന്റെ നടുക്കുള്ള ഭാഗത്തേക്കും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ കുറച്ച് മേളിലുള്ള ആ എബവ് ആയിട്ട് തൊട്ട് മേളിലുള്ള ഭാഗത്തേക്കും എന്താണ്? സൺറൈസ് ഇങ്ങനെ വെർട്ടിക്കൽ. സൺറൈസ് എവിടെയാണ്? നടുക്കാണ് കേട്ടോ, ഇക്വേറ്ററിന്റെ അവിടെയാണ്. അപ്പൊ സൺറൈസ് വെർട്ടിക്കൽ ആയിട്ട് അടിക്കാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങോട്ടേക്ക് അടിക്കാൻ തുടങ്ങും, താഴേക്ക്. ഓക്കെ, ഏത് ഭാഗത്തേക്കാണെന്ന് ഓർത്ത് വെക്കുക. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ തൊട്ട് മേളിലും ഇക്വേറ്ററിന്റെ താഴെയുമായിട്ട് ഷിഫ്റ്റ് ചെയ്തു ഇങ്ങോട്ട്. അപ്പൊ എന്ത് ചെയ്യും? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേറ്ററിന്റെ മുകളിലുള്ള ഭാഗത്തിന് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഇക്വേറ്ററിന്റെ താഴെയുള്ള ഭാഗത്തിന് സദേൺ ഹെമിസ്ഫിയർ എന്നുമാണ് പറയുന്നത്. അതായത് നമ്മൾക്കാണെങ്കിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നില്ലേ? ഡൽഹി മുതൽ മുകളിലേക്ക് എവിടെയാണ്? നോർത്ത് ഇന്ത്യയാണ്. ഡൽഹി മുതൽ താഴേക്ക് എവിടെയാണ്? സൗത്ത് ഇന്ത്യയാണ് അല്ലെ? അപ്പൊ ആ നടുക്കുള്ള ഭാഗത്തിനെ കട്ട് ചെയ്തിട്ട് മുകളിലേക്കുള്ളത് നോർത്തും താഴേക്കുള്ളത് സൗത്തും ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ ശിവശങ്കരൻ വന്നോ? ഞാൻ നേരത്തെ ഉണ്ട്. ഓക്കെ. അപ്പോ ഇക്വേറ്ററിന് അപ്പൊ എവിടെയാണ് ഇപ്പൊ സൺറൈസ് വന്നിരിക്കുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ തൊട്ട് മേളിലും ഇക്വേറ്ററിന്റെ തൊട്ട് ഭാഗത്തും. അപ്പൊ മേളിലേക്കുള്ളത്, അതായത് നോർത്തിലേക്ക്, ഇക്വേറ്ററിന്റെ മേളിലേക്കുള്ള ഭാഗത്തേക്ക് സൺറൈസ് ഒരുപാട് വരില്ല. വരുമോ? സൺറൈസ് എങ്ങോട്ടാണ് ഇപ്പൊ പോകുന്നത്? കാപ്രിക്കോണിന്റെ അടുത്തേക്കാണ്. അപ്പൊ മേളിലുള്ള, അതായത് ഇക്വേറ്ററിന്റെ മേളിലുള്ള ഭാഗത്തേക്ക് സൺറൈസ് എന്ത് ചെയ്യില്ല? എത്തില്ല, ഒരുപാട് എത്തില്ല. അപ്പൊ അവിടെ എന്ത് ക്ലൈമറ്റ് ആയിരിക്കും? കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും, വിന്റർ ക്ലൈമറ്റ് ആയിരിക്കും. ഓക്കെ, എവിടെയാണ്?
വിന്റർ ക്ലൈമറ്റ് ആയിരിക്കും. അതാണ് കണ്ടോ, ദിസ് ഡേ ഇസ് നോൺ ആസ് വിന്റർ സോൾസ്റ്റിസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. അങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ക്ലൈമറ്റ് വരും. On this day, the northern hemisphere experiences its shortest day and longest day. ഈ ദിവസമാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും കുറവ് ഡേയും ലോങ്സ്റ്റ് നൈറ്റും ആയിരിക്കും. എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം എങ്ങോട്ടാണ് അടിക്കുന്നത്? നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലേക്കാണ്. അതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ക്ലൈമറ്റ് ആയിരിക്കും ആ ദിവസം അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ദിവസം എന്താണ്, കൂടുതൽ നൈറ്റും, അതായത് സൂര്യപ്രകാശം ഒരുപാട് അടിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ രാത്രി കൂടുതലും പകല് കുറവായിരിക്കും. ഇത്രയും ഭാഗം മനസ്സിലായോ? ആ ഭാഗത്ത് നിന്ന് കറക്റ്റ് മനസ്സിലാക്കി പോട്ടോ. മനസ്സിലായോ? ഓക്കെ. എനിക്ക് ശിവശങ്കരൻ പറയൂ, എന്താണ് ആ സമ്മർ സീസണിൽ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്? എങ്ങനെയാണ് സമ്മറും വിന്ററും വരുന്ന അവിടെ? ആ ദിവസം ഏതാണെന്നൊക്കെ ഒന്ന് പറഞ്ഞേ. ജൂൺ 21 മുതൽ എവിടെയാ നീ പറയുന്നേ? ഞാൻ പഠിപ്പിക്കുന്നത് ഏതാ? 23 വരെ. പേജ് നമ്പർ 11 വാട്ട് ആർ ഇപ്പൊ ഈ ശിവശങ്കരൻ നീ ഒന്നും പഠിക്കാണ്ടാവണം ഇപ്പൊ ആയിട്ട് കുറച്ച് ദിവസമായിട്ട്. പണ്ടൊക്കെ എന്ത് ചോദിച്ചാലും ആൻസർ പറയുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയേ? ഹലോ, ടീച്ചർ ഇപ്പൊ എന്താ പറ്റിയേ? പണ്ട് എല്ലാത്തിനും നല്ലോണം ആൻസർ ഒക്കെ പറയുന്നല്ലോ, ഇപ്പൊ എന്നാ പറ്റി? ഒന്നുമില്ല. പഠിക്കുന്നില്ല, നീ പൊട്ടും പഠിക്കുന്നില്ല. എന്ത് ചോദിച്ചാലും, ഇംഗ്ലീഷ് ആയാലും ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എന്ത് ചോദിച്ചാലും ആൻസർ പറയുന്നില്ല. ആദ്യം നീ എല്ലാത്തിനും ആൻസർ പറഞ്ഞുകൊണ്ടിരുന്ന ആളല്ലേ, പിന്നെ ഇപ്പൊ എന്താ പറ്റിയത്? എടുക്കുന്നത് എവിടെയാന്ന് പോലും നീ ശ്രദ്ധിക്കുന്നില്ല. എവിടെയും ഞാൻ എടുത്തോണ്ടിരിക്കുന്നേ? 11ാമത്തെ പേജല്ലേ? 11ാമത്തെ പേജിൽ എവിടെയാ? വേനൽക്കാലം. അത് തന്നെ, സമ്മർ സീസണിന്റെ കാലം. ഞാൻ ഇനി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുന്നോണ്ടാണോ നീ? ടീച്ചർ ഇംഗ്ലീഷ് പറയുന്നോണ്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ലേ? മലയാളത്തിൽ തന്നെയല്ലേ ഞാൻ പറയുന്നത്, വെറുതെ ഇംഗ്ലീഷ് വായിക്കണമെന്നല്ലേ ഉള്ളൂ. അത് ടീച്ചർ പറയുന്ന നോക്കുന്നുണ്ട്, പക്ഷെ അത് രണ്ടും അമ്മ മനസ്സിലാവുന്നില്ല. ഈ ടോപ്പിക് ഓഫ് ക്യാൻസറിനും ടോപ്പിക് ഓഫ് കാപ്രിക്കോണിനൊക്കെ വേറെ പേരാണോ മലയാളത്തിൽ പറയുന്നത്? ടോപ്പിക് ഓഫ് ക്യാൻസറിന് എന്താ പറയുന്നത്? ദക്ഷിണായന രേഖ. ഓക്കെ. ഞാൻ ഇത് ഇങ്ങനെ മിക്സ്ഡ് അപ്പ് ആയിട്ട് ഞാൻ ഇങ്ങനെ എടുക്കും. നിനക്ക് അത്യാവശ്യം മനസ്സിലാവുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞാലും നിനക്ക് ക്ലിയർ ആവാറുണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടായിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടാവുന്നത്. കറക്റ്റ് ആയിട്ട് നോക്കട്ടാ. ഞാൻ ടോപ്പിക് ഓഫ് ക്യാൻസർ അങ്ങനെ പറയുമ്പോ നീ ഒരു കാര്യം ചെയ്യോ, ജസ്റ്റ് അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇംഗ്ലീഷിൽ എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കോ. ഞാൻ ഒന്നുകൂടി പറയാം. നടുക്കുള്ള ഭാഗം ഇക്വേറ്റർ ആണ് കേട്ടോ. അതിനെ മലയാളത്തിൽ എന്താ പറയുന്നേ? ഭൂമധ്യരേഖ. ഓക്കെ. അതിന് തൊട്ട് മുമ്പുള്ള ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് പറയുന്നത്. അതിനെന്താ പറയുന്നേ? തൊട്ട് മുകളിലുള്ളത് ഉത്തരായന രേഖ. ഉത്തരം. താഴെയുള്ളത് ദക്ഷിണ അല്ലേ? ദക്ഷിണ. ഇനി ട്രോപ്പിക് ഓഫ് ഉത്തരത്തിന്റെ തൊട്ട് മുകളിലുള്ളത് എവിടെയാണ്? ആർട്ടിക് സർക്കിളിന്റെ ആർട്ടിക് ഉത്തര ധ്രുവം. നോർത്ത് പോളിന് ദക്ഷിണ ധ്രുവം. ഇനി അന്റാർട്ടിക് സർക്കിളിനെയോ? ഏറ്റവും താഴെയുള്ളത് ദക്ഷിണയുടെ തൊട്ട് താഴെയുള്ളത് ദക്ഷിണയുടെ തൊട്ട് താഴെയുള്ളതാ ഭൂമധ്യരേഖയുടെ താഴെയുള്ളതിന്റെ താഴെയുള്ളത് അന്റാർട്ടിക് വൃത്തം. അപ്പൊ ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നീ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം ഞാൻ മലയാളത്തിലല്ലേ ക്ലാസ് എടുക്കണം. എനിക്കറിയാം നീ മലയാളം മീഡിയത്തിലാണ്, ഞാൻ അതുകൊണ്ട് തന്നെ ഫുൾ മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. നീ ജസ്റ്റ് ആ ഒരു പേര് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ ഇങ്ങനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ, കേട്ടോ? അപ്പൊ ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ എവിടെയാണ് നമ്മൾ ഓർത്ത് വെക്കുക? സൺ കണ്ടിന്യൂസ് ഇറ്റ് സൗത്ത്വേർഡ് അപ്പാരന്റ് ഷിഫ്റ്റ് ഫ്രം ഇക്വേറ്റർ ഫ്രം 23rd ഡിസംബറിലാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇക്വേറ്ററിൽ നിന്ന് സണ്ണ് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്?
ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ, അതായത് എവിടെയാണെന്ന് അറിയോടാ, ഇക്വേറ്ററിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം, ഭൂമധ്യരേഖയുടെ താഴെയുള്ള ഭാഗത്തേക്ക് സൂര്യപ്രകാശം അടിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോ എന്ത് സംഭവിക്കും? അങ്ങോട്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ ഭൂമധ്യരേഖയുടെ മേലുള്ള ഭാഗം ഉണ്ടല്ലോ, അതായത് നോർത്ത് പോള് മുകളിലുള്ള ഭാഗം, ആ ഭാഗത്തേക്ക് സൂര്യപ്രകാശം വരില്ല. ഓക്കെ, അപ്പൊ അവിടെ എന്താവും? സ്വാഭാവികമായിട്ട് അവിടെ എന്താവും? അപ്പൊ 22 ഡിസംബർ അതിന്റെ പീക്ക് ഡേ ആട്ടോ പറയുന്നത്. ആ 22 ഡിസംബർ ആകുമ്പോൾ അവിടെ വിന്റർ ക്ലൈമറ്റ് ആവും. കാരണം എന്താ വെച്ചാൽ താഴേക്കാണ് സൂര്യപ്രകാശം പോകുന്നത്. അപ്പൊ മേലുള്ള ഭാഗത്തേക്ക് ചൂട് കിട്ടുന്നില്ല, അവിടെ സൂര്യപ്രകാശം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഏറ്റവും കുറവ് പകലും കൂടുതൽ നൈറ്റും കാണപ്പെടും. ഏത് ദിവസമാണ്? 22 ഡിസംബർ 22. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. What is the peculiarity of the day and night in the southern hemisphere on 22 ഡിസംബർ? ഇനി 22 ഡിസംബറിൽ, ഇപ്പൊ 22 ഡിസംബറിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയാണ് 22 ഡിസംബറിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എങ്ങനെയാണ്? 22-ാം തീയതി ഡിസംബറിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എങ്ങനെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത് ഉത്തര ധ്രുവം, അവിടെ എങ്ങനെയാണ്? ശിവശങ്കരൻ? നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? ഇത് ഇത്ര ഈസി ആയിട്ട് എടുത്തിട്ടും ജോഗ്രഫി ഇതൊന്നും മനസ്സിലാവണില്ലേ? അപ്പൊ ഈ വിക്ടേഴ്സിൽ എങ്ങനെ എടുക്കുന്നത്? ഇത് വിക്ടേഴ്സിൽ എടുക്കുമ്പോ മനസ്സിലാവുന്നുണ്ടോ? വിക്ടേഴ്സിൽ എടുക്കുമ്പോ ഞാൻ പറഞ്ഞു തരുമ്പോ മനസ്സിലാവുന്നില്ലേ? പിന്നെന്താ ആൻസർ പറയാത്ത? ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ള ആൻസർ പറയാത്ത എന്താ? ടീച്ചറെ ഷോർട്ടസ്റ്റ് ഡേയും ലോങ്സ്റ്റ് നൈറ്റും അല്ലേ? അത് പറയാത്തത് ആലോചിച്ചിട്ടാണോ? 22 ഡിസംബറിൽ നോർത്തേൺ ഹെമിസ്ഫിയർ അങ്ങനെയായിരിക്കും. അതിൽ എത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ലേ. സണ്ണ് താഴേക്ക് അടിക്കുന്നു, മുകളിലേക്ക് സൂര്യപ്രകാശം കിട്ടുന്നില്ല. അപ്പൊ അവിടെ വിന്റർ ക്ലൈമറ്റ് വരുന്നു. വിന്റർ ക്ലൈമറ്റ് വരുമ്പോൾ എന്താണ്? സൂര്യപ്രകാശം താഴേക്ക് പോകുന്നതോട് കൂടിയിട്ട് നൈറ്റ് കൂടും, അതായത് രാത്രി കൂടെ പകല് കുറേ ചെയ്യുന്നു. അതാണ് 22 ഡിസംബറിലെ പ്രത്യേകത നോർത്തേൺ ഹെമിസ്ഫിയറിൽ. എത്ര പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യണതൊന്നും മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി 22 ഡിസംബറിൽ സദർൺ ഹെമിസ്ഫിയർ എങ്ങനെയാണെന്ന് നോക്കാം. It is autumn season in the northern hemisphere from 23rd December to 22nd December. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ 23rd ഡിസംബർ തൊട്ട് 22nd ഡിസംബർ വരെ എന്താണ്? ഇല കൊഴിയുന്ന ശിശിരകാലമാണ്. ഓക്കെ, ഓട്ടം സീസൺ ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഇനി ഓട്ടം മാർക്സ് the transition from the severity of summers towards winter. ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സമ്മർ സീസണിൽ നിന്ന് വിന്റർ സീസണിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡിനെയാണ് നമ്മൾ ഓട്ടം സീസൺ എന്ന് പറയുന്നത്. ഓട്ടം സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല കൊഴിയുന്ന കാലഘട്ടം, അതായത് ശിശിരകാലം എന്ന് പറയില്ലേ? ഓക്കെ, അപ്പൊ ശിശിരകാലം എന്ന് പറയുന്നത് 23rd ഡിസംബർ തൊട്ട് 22nd. ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കിയ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് മാറിപ്പോകും. ഹിസ്റ്ററി പോലത്തെ ഡേറ്റ് അല്ല ഇതിലിങ്ങനെ ഡേറ്റും മാസവും ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല, കാരണം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇത് ഒരു 23rd സെപ്റ്റംബർ എന്നുള്ളത് 24th സെപ്റ്റംബർ ആയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഡേറ്റ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേ. ഇത് കുറച്ച് പാടാണ്, എന്ത് ചെയ്യാനാ, പഠിച്ചേ പറ്റുള്ളൂ. എഴുതുന്നുണ്ടോ? 23rd ഡിസംബർ തൊട്ട് 22nd ഡിസംബർ വരെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആയിരിക്കും, അതായത് ശിശിരകാലം ആയിരിക്കും. എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ, മുകളിലുള്ള സ്ഥലത്ത്, ഉത്തര ധ്രുവത്തില്. ഓക്കെ, ഓട്ടം സീസൺ എന്ന് പറയുന്നത് സമ്മർ സീസണിൽ നിന്നും വിന്റർ സീസണിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡിലാണ് മെയിൻ ആയിട്ട് ഈ ഓട്ടം സീസൺ നടക്കുന്നത്, ശിശിരകാലം നടക്കുന്നത്. അതായത് ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ വെന്തുരുകി നിൽക്കുന്ന ഇലകള് വിന്റർ സീസണിന്റെ ആ ട്രാൻസിഷൻ പീരീഡിൽ കൊഴിയും. ഇങ്ങനെ ഓർത്ത് വെക്കും. ഇത്രയും ഇതിൽ കൂടുതൽ ഈസി ആയിട്ട് പറയാനായിട്ട് എനിക്ക് അറിയില്ല. ഓക്കെ, സമ്മർ സീസണില് ഭയങ്കരമായിട്ട് ചൂടിത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പച്ച ഇലകളൊക്കെ ഭയങ്കര ഉരുക്കി നിൽക്കാന്ന് ഓർക്കുക.
ഇപ്പൊ വിന്റർ സീസൺ ആവുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ ഈ മഞ്ഞ ഇലകളൊക്കെ ഉണ്ടല്ലോ, കൊഴിയാറായിട്ടുള്ള ഇലകളെല്ലാം കൊഴിഞ്ഞു വീഴും അതിന്റെ ട്രാൻസിഷൻ പീരീഡിൽ. അപ്പൊ ഓട്ടം സീസൺ എങ്ങനെയാണ്? ഓട്ടം സീസൺ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടം സീസൺ ട്രാൻസിഷൻ പീരീഡിലാണ് നടക്കുന്നത്. സമ്മർ സീസണിൽ നിന്ന് വിന്റർ സീസണിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡിലാണ് ഓട്ടം സീസൺ നടക്കുന്നത്. ഓക്കെ. During this period, the atmospheric temperature decreases considerably. There is shortening of day, lengthening of night during the period. അപ്പോൾ എങ്ങനെയാണ് ഓട്ടം സീസണിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഓട്ടം സീസണിൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരിക്കും, ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡേ എന്തായിരിക്കും? ഡേ കുറവും നൈറ്റ് കൂടുതലും ആയിരിക്കും. അതായത് എന്താ, കുറച്ച് തണുപ്പല്ലേ, തണുപ്പ്. അവിടെ ടെമ്പറേച്ചർ കുറവ് എന്ന് പറയുമ്പോൾ എന്താണ്? തണുപ്പ്. അതായത് വിന്റർ സീസണിലൊക്കെ എന്താണ്? ഡേ കുറവും നൈറ്റ് കൂടുതലും ആയിരിക്കും. ഓക്കെ. വിന്റർ സീസണിന്റെ പ്രത്യേകതയാണ് അത് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വായിച്ച ചിലപ്പോൾ കിട്ടില്ല, ഇങ്ങനെ പറയുന്ന പോലെ ചിലപ്പോൾ കിട്ടില്ല. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓട്ടം സീസണിന്റെ പ്രത്യേകതയാണ്. ഒന്നും കൂടി പറഞ്ഞുതരാം. ഓട്ടം സീസൺ മെയിൻ ആയിട്ട് ട്രാൻസിഷൻ പീരീഡിലാണ് നടക്കുന്നത്. ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സീസണിൽ നിന്ന് വിന്റർ സീസണിലേക്കുള്ള മാറ്റം. അതായത് സമ്മർ സീസണിൽ ഭയങ്കര ചൂടത്ത് ഉരുകി നിൽക്കുന്ന ഇലകള് വിന്റർ സീസണിന്റെ ആ ഒരു ട്രാൻസിഷൻ പീരീഡ്, വിന്റർ സീസണിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് പൊഴിയാൻ തുടങ്ങും. അപ്പോൾ ട്രാൻസിഷൻ പീരീഡിലാണ് ഓട്ടം സീസൺ നടക്കുന്നത്. പിന്നെ ഈ സീസണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരിക്കും ഈ കാലത്ത്. അതുകൊണ്ട് തന്നെ കുറച്ച് എന്താണ്, മഞ്ഞാണ് അല്ലെ. ടെമ്പറേച്ചർ കുറവെന്ന് പറയുമ്പോൾ മഞ്ഞാണ്. അപ്പോൾ ടെമ്പറേച്ചർ മഞ്ഞ് കാലത്ത് എന്താണ്, ഷോർട്ടനിങ്, അതായത് പകല് കുറവും നൈറ്റ് കൂടുതലും ആയിരിക്കും, രാത്രി കൂടുതലും ആയിരിക്കും. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കിട്ടോ. This is the season during which trees generally shed their leaves. ഈ സീസണിലാണ് എന്ത്, മറ്റേ ഇല കൊഴിയുന്ന കാലഘട്ടം. അതായത് മരങ്ങൾ ഇല കൊഴിക്കുന്നത് ഈ സീസണിലാണ്. The shedding of leaves is a form of adaptation to salvage the forthcoming dry winter. അതായത് അഡാപ്റ്റേഷൻ ആണ്. അതായത് മരങ്ങള് കൊഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? വരാൻ പോകുന്ന വലിയ ഡ്രൈ വിന്റർ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളുടെ ഇവിടെ എല്ലാം ഈ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു സമയത്ത് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഇതിലാണെങ്കിലും ഒരു ചെറിയ ഫോട്ടോ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഭയങ്കര വിന്റർ അല്ലേ അവിടെയൊക്കെ? ഭയങ്കര വിന്റർ ക്ലൈമറ്റ് അല്ലേ? ഭയങ്കര തണുപ്പാണ്. അപ്പൊ ആ ഒരു തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ, അതായത് മരങ്ങൾ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് എന്ത്, ഈ ഇലകളെല്ലാം പൊഴിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഇലകളൊക്കെ പൊഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇലകൾക്ക് നിന്നിട്ടാണ് ഈ വിന്റർ ക്ലൈമറ്റ് വരുന്നതെങ്കിൽ മരങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റാവുന്ന അത്രയായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ടാണ് മരങ്ങള് ഇലകള് പൊഴിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? ഇതിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്നാ ഓട്ടം സീസണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ശിവശങ്കരൻ പറഞ്ഞേ. ചൂട് കുറയുന്നു, അന്തരീക്ഷവും ഊഷ്മാവ് കുറയുന്നു. കറക്റ്റ് ആയിട്ട് പറയും. ഓട്ടം സീസൺ എന്താണെന്ന് ഞാൻ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള, അത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ശരിക്കും ഓട്ടം സീസൺ എന്താണെന്നാണ് ചോദിച്ചത്. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് കുറയുന്നു. ഇപ്പൊ തന്നെ പഠിച്ചു പോകാന്നല്ലേ ഉള്ളൂ, നമ്മൾ നോക്കി വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാന്നല്ലേ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ കുറച്ചെടുത്ത് പഠിപ്പിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫി പാടാന്ന് ഞാൻ ഫസ്റ്റ് ഈ ചാപ്റ്റർ കഴിഞ്ഞ ദിവസം എടുത്തപ്പോ ശിവശങ്കറിനും അക്മലൊക്കെ പറഞ്ഞില്ലേ, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞില്ലേ പാടാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ കുറച്ചാണെങ്കിലും അപ്പൊ
റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഞാൻ എടുക്കുന്നില്ല, ആകെ രണ്ടോ മൂന്നോ പാരഗ്രാഫാണ് എടുക്കുന്നത്. ആ പാരഗ്രാഫ് എന്റെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകും, അല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരുത്ത നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല അത്. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ പഠിച്ചു പോകുമെന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ പീരീഡ് ആണ്. എഴുതി വെക്കുക കേട്ടോ, വെറുതെ ഇങ്ങനെ ടെക്സ്റ്റ് നോക്കി വായിക്കണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഓട്ടം സീസൺ എന്ന് പറയുന്നത് സമ്മർ സീസണിൽ നിന്ന് വിന്റർ സീസണിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡിലാണ് ഓട്ടം സീസൺ നടക്കുന്നത്. ഈ സമയത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഡേ, അതായത് ടെമ്പറേച്ചർ കുറയും. വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കുക എന്താണ്, രാത്രി കൂടുതലായിരിക്കും, പകല് കുറവായിരിക്കും അല്ലെ. നമുക്ക് ഭയങ്കര ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ എന്താണ്, സൺറൈസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, പകല് കൂടും, രാത്രി കുറയും. അപ്പോൾ വിന്റർ സീസണിൽ സൺറൈസ് ഒരുപാട് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, രാത്രി കൂടുതലും പകല് കുറവായിരിക്കും. ഈ സീസണിൽ മെയിനായിട്ട് ഈ സീസണിലാണ്, ഈ ട്രാൻസിഷൻ പീരീഡിലാണ്, സമ്മർ സീസണിൽ നിന്ന് വിന്റർ സീസണിലേക്കുള്ള ഈ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരാൻ പോകുന്ന വലിയൊരു വിന്ററിനെ, അതായത് ഡ്രൈ ആയിട്ടുള്ള വലിയ വിന്ററിൽ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മരങ്ങളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇലകൾ പൊഴിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിക്കുള്ള അറിയില്ല കേട്ടോ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി what is the season in the southern hemisphere when it is autumn in the northern hemisphere? അതായത് സദേൺ ഹെമിസ്ഫിയറിൽ, അതായത് ഇനി താഴേക്ക് വരാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയാണ് പഠിച്ചത്. നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാര്യമാണ് പഠിച്ചത്. ഇനി സദേൺ ഹെമിസ്ഫിയറിൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത്തരത്തിൽ ഓട്ടം സീസൺ ഉണ്ടാവുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിന്റെ ക്ലൈമറ്റ് എന്തായിരിക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. The northward apparent shift of the sun begins by 22nd December and again reaches vertically above the equator on 21st March. എങ്ങനെയാണ്? വീണ്ടും പിക്ചറിലേക്ക് പോവുക, പിക്ചർ എടുക്കുക, പിക്ചർ എടുത്തേ, പേജ് നമ്പർ 10 എടുത്തോ? വീണ്ടും സൺ എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. ട്രോപ്പിക് ഓഫ് ഇക്വേറ്ററിന്റെ മേളിലുള്ള ഭാഗത്തേക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ കേട്ടോ, വെയിറ്റ് ചെയ്യാം. അതായത് ഇക്വേറ്ററിന്റെ തൊട്ട് മേളിലുള്ള ഭാഗത്തേക്ക്, ഇക്വേറ്ററിന്റെ താഴെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത്, ആ നടുക്ക് ഭാഗത്ത്. നേരത്തെ സൺ എവിടെ നിന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ വന്നപ്പോ സൺ എവിടെയാ നിന്നത്? അല്ല, സദേൺ ഹെമിസ്ഫിയറിൽ അല്ല, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ വന്നപ്പോ സൺ എവിടെയായിരുന്നു? എവിടെയായിരുന്നു സണ്ണ്? എവിടെയായിരുന്നു അക്മലെ? സൺ എവിടെയായിരുന്നു? കാപ്രിക്കോണില്. കാപ്രിക്കോണിന്റെ എവിടെയായിട്ടായിരുന്നു? ഇക്വേറ്ററിന്റെയും കാപ്രിക്കോണിന്റെയും നടുക്ക് ഭാഗമായിട്ട്, ഇടയിലായിട്ട്. അപ്പൊ ഇപ്പൊ എവിടെയാണ് സൺ? ഇക്വേറ്ററിന്റെ തൊട്ട് മേളിലായിട്ട്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ തൊട്ട് താഴെയായിട്ട്. ഓക്കെ, നേരത്തെ പോലെ തന്നെ തൊട്ട് മേളിലാണ്, ഇക്വേറ്ററിന്റെ മേളിലാണെന്നുള്ളൂ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? തൊട്ട് താഴെ. അപ്പൊ നേരത്തെ ആ ഇക്വേറ്ററിന്റെയും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും നടുക്കായിരുന്നു. ഇപ്പൊ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇക്വേറ്ററിന്റെയും നടുക്കാണ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ആ ഒരു സമയത്താണ് അപ്പൊ ഇക്വേറ്റർ 21st മാർച്ച് എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കുക. 21 മാർച്ച് ആവുമ്പോഴാണ് കേട്ടോ. ദിസ് പീരീഡ് മാർക്സ് വിന്റർ സീസൺ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഈ കാലഘട്ടത്തിലാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ ആവുന്നത്. കറക്റ്റ് ആയിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ വരുന്നത് അപ്പോഴാണ്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് പിക്ചറിൽ ഒന്നുകൂടി എടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, ടോപ്പിക് ഓഫ് ഓട്ടം സീസൺ നമ്മളിപ്പോ പഠിച്ചത് 2 സീസണെ കുറിച്ചിട്ടാണ്. കറക്റ്റ് ആയിട്ട് നോക്കിക്കോ എങ്ങനെയാണെന്ന്. സൺറൈസ്
നേരെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മേളിലും ഇക്വേറ്ററിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തുമായിട്ട് വരികയാണ്. എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലേക്ക്. അവിടെയാണ് കേട്ടോ ഇപ്പൊ സൺ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സൺ നിൽക്കുമ്പോൾ മുകളിൽ എന്ത് ക്ലൈമറ്റ് ആണ്? എന്താണ്? ഓട്ടം സീസൺ ആണ്. ഓക്കെ ഓക്കെ. ഇനി ഇതിന്റെ ഇക്വേറ്ററിന്റെ ഞാൻ ഈ പറയുന്നത് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയാണ് ഇന്ന് ക്ലാസ് എടുക്കണുള്ളൂ, അതെങ്കിലും പഠിക്കുക. ഇക്വേറ്ററിന്റെ തൊട്ട് മേളിൽ, അതായത് ഇക്വേറ്ററിന്റെ തൊട്ട് മേളിലും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തുമായിട്ട് സൺറൈസ് വന്ന് നിൽക്കുമ്പോൾ ആ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് വരുന്നത്? വിന്റർ സീസൺ ആണ് വരുന്നത്. ഇപ്പൊ ഇത്രയും നോക്കിയാൽ മതി. ഇന്ന് സൺറൈസ് താഴെയും സൺറൈസ് ഇക്വേറ്ററിന്റെ മേളിലും. ഓക്കെ, ഇത്ര ഒന്ന് എഴുതി വെച്ചേ നിങ്ങൾ. ഇങ്ങനെ പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് എഴുതി വെക്ക്. എഴുതോ? സൺറൈസ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും, അതായത് എബവ് സൺറൈസിന് ഇടുക, ഹൈഫൺ ഇടുക. എബവ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, എബവ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അവിടെ വരുമ്പോ നോർത്തേൺ ഹെമിസ്ഫിയർ ഓട്ടം സീസൺ. ഏത് സീസൺ ആണെന്ന് എഴുതി വെക്കുക. അത്രേ ഉള്ളൂ ഇതിൽ പഠിക്കാനായിട്ട് ശരിക്കും. അപ്പോൾ ആ ഒരു ചെറിയ നോട്ടായിട്ടൊന്ന് എഴുതി വെക്കുക. ബാക്കിയൊന്നും നോക്കി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടായി. ആ ഒരു സമയത്താണ് ഓട്ടം സീസൺ. ഓക്കെ, ഓട്ടം സീസൺ അത് എപ്പോഴാന്നും കൂടി ആയിരിക്കും എന്നൊക്കെ. എപ്പോഴാന്നും കൂടി എഴുതിക്കോ. 23rd December to 22nd December. 23rd September to 22nd December. എഴുതിയോ? ഇനി ഓട്ടം സീസൺ ഒന്നിട്ടെ. ഹൈഫൻ ഇട്. എല്ലാരും എഴുതുന്നുണ്ടോ? ഓട്ടം സീസൺ ഹൈഫൻ ഇട്ടിട്ട് ട്രാൻസിഷൻ പീരീഡ് ഫ്രം സമ്മർ ടുവേർഡ്സ് വിന്റർ. ശിവശങ്കരൻ എഴുതുണ്ടോ? നീ പോയോ ശിവശങ്കരൻ? പോയോ? ഓക്കെ, എഴുതുക. ട്രാൻസിഷൻ പീരീഡ് ഫ്രം സമ്മർ ടു വിന്റർ. എഴുതിയോ? അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസസ്. ഇതൊക്കെയാണ് അതിന്റെ ഈ പോയിന്റ്സ്. ഞാൻ പറയുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇതിന്റെ അകത്തേക്ക് ഇനി നോക്കി കൺഫ്യൂഷൻ വരുത്തണ്ട. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസസ് ആ ഒരു സമയത്ത് ഓട്ടം സീസണിന്റെ പ്രത്യേകതകളാണ്. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിട്ടോ. ഓട്ടം സീസണിന്റെ പ്രത്യേകതകളാണ് ഞാൻ ഈ പറയുന്നതല്ലോ. അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. ഷോർട്ട് ഡേ ലോങ് നൈറ്റ്. ഷോർട്ട് ഡേ ലോങ് നൈറ്റ്. കുറച്ച് ദിവസം കൂടുതൽ, അല്ല കുറച്ച് പകല് കൂടുതൽ രാത്രി. ഷോർട്ട് നൈറ്റ് ലോങ്, അല്ല ഷോർട്ട് ഡേ ലോങ് നൈറ്റ്. ഷോർട്ട് ഡേ ആണ് കേട്ടോ, മാറിപ്പോവല്ലേ. ഷോർട്ട് ഡേ ലോങ് നൈറ്റ്. ഇത്ര എഴുതിയോ? ഇനി അടുത്ത പാരഗ്രാഫ് പറയുന്നത് ഇക്വേറ്ററിന്റെ തൊട്ട് മേലുള്ള ഭാഗം, അതായത് എബവ് ദി ഇക്വേറ്റർ ആണെങ്കിൽ സൺറൈസ് ഹൈഫൻ എബവ് ഇക്വേറ്റർ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അവിടെ ഉണ്ടാവുന്ന ക്ലൈമറ്റ് വിന്റർ ക്ലൈമറ്റ്. ട്രോപ്പിക് ഓഫ്, അല്ല ഇക്വേറ്ററിന്റെ എബവ് സൺറൈസിന് ഇടുക, ഹൈഫൻ ഇടുക. എവിടെയാണ് കൊള്ളുന്നത്? സൺറൈസ് കൊള്ളുന്നത് എക്വേറ്ററിന്റെ മുകളിൽ. അപ്പൊ എബവ് ഇക്വേറ്റർ
ഉണ്ടാവുന്ന ക്ലൈമറ്റ് വിന്റർ. ആ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കേട്ടോ എല്ലാം. ഉണ്ടാവുന്ന ക്ലൈമറ്റ് വിന്റർ. ആ ഡേറ്റ് എഴുതിക്കോ, 23rd സെപ്റ്റംബർ അല്ല, ഡേറ്റ് അതല്ല കേട്ടോ, ഡേറ്റ് എവിടെയാണ്, 22nd ഡിസംബർ ടു 21st മാർച്ച്. 21st ആ മാർച്ച്. ഓക്കെ. അതവിടെയാണ് വിന്റർ സീസൺ. ഇത്രയും ക്ലിയർ ആയോ? ആ ആ ഇപ്പൊ ഏകദേശം ഒക്കെ മനസ്സിലാവുന്നുണ്ടോ കുറച്ചെങ്കിലും? ആ ആ ആ അപ്പോൾ ഇങ്ങനെ നോക്കി പോവാട്ടോ ഓരോരോ. ഞാനിപ്പോ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാ, നിങ്ങൾ ഈ ഒരു പിക്ചർ കറക്റ്റ് ആയിട്ട് മനസ്സിൽ ഓർത്ത് വെക്കുക. എങ്ങനെയാണ് ഭൂമി, എവിടേക്കാണ്, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സൺറൈസ് എങ്ങനെയാണ് വരുന്നത്, ഈ 3 കാര്യങ്ങൾ ഓർത്താൽ മതി ഒരു സീസൺ. അതായത് സൺറൈസ് എങ്ങോട്ടാണ് അടിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്, അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്, എല്ലാത്തിന്റെയും ഈ 3 കാര്യങ്ങൾ മാത്രം എല്ലാത്തിന്റെയും ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഈ ചാപ്റ്റർ ആദ്യം മുതൽ ഒന്ന് എടുക്കുക. എന്റെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ കേട്ടോ, ആദ്യം മുതൽ ഒന്ന് എടുക്കുക. എങ്ങനെയാണ് സൺറൈസ് പോകുന്നത് നോക്കുക, അവിടെ എന്താണ് ക്ലൈമറ്റ് എന്ന് എഴുതി വെക്കുക. ഇങ്ങനെ ഒരു ബുക്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് പോകട്ടെ. അല്ലാണ്ട് നിങ്ങളിത് എക്സാം സമയത്ത് ഫുൾ ഇത് വായിക്കാനായിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന ക്ലിയർ അല്ലേ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ. ആ അപ്പോ ഇനി അടുത്ത ക്ലാസ് എത്ര മണിയാണ്? ഓക്കെ, അടുത്ത ക്ലാസ് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, അടുത്ത സെക്ഷൻ. ഓക്കെ. ടീച്ചർ നോട്ട് സൈറ്റിൽ ഇടുന്നുണ്ടോ? നോട്ട് സൈറ്റിൽ ഞാൻ ഇടുന്നില്ല. സൈറ്റിൽ ഇല്ലേ? ഉണ്ടോന്നാണല്ലോ പറഞ്ഞേ. സൈറ്റിൽ നോക്കിയിട്ട് ഉണ്ടോ? കിട്ടില്ല. ഇല്ല. ഞാൻ നോക്കട്ടെ കേട്ടോ, ചോദിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെ നോട്ട് കിട്ടുന്നത് സോഷ്യലിന്റെ ഒക്കെ സ്കൂളിൽ തരുന്നുണ്ടോ? ആ സ്കൂളിൽ തരാറുണ്ടോ നോട്ട്? തരാറുണ്ട്. ആ സ്കൂളില് എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ഡിസ്കസ്, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ഒക്കെ തരാറില്ലേ? ഉണ്ട് ടീച്ചർ. ഞാൻ എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാറുള്ളൂ. ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം.